ഹലോ ഫ്രണ്ട്സ്, സെബോ കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഈസി ആയിട്ട് ഒരാളെ കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം. നമുക്കിപ്പോൾ ഒരു പിക്ചർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മളൊരു വാൾപേപ്പർ രൂപത്തിലുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1920 × 1080p മീൻസ് ആ ഒരു പിക്സലിലുള്ള ഒരു റേഞ്ച് എടുക്കുക. സാധാരണ ഒരു ഫിലിമിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു മോണിറ്റർ, കമ്പ്യൂട്ടർ മോണിറ്ററിൻ്റെ ഒക്കെ ഒരു ഡിസ്പ്ലേ എന്നുള്ള രൂപത്തിലാണെങ്കിൽ നമുക്കത് എടുക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ ഉള്ള കസ്റ്റം ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് ക്രിയേറ്റ് ആയി വന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചറിൽ നിന്ന് സെപ്പറേറ്റ് ഏരിയ ഈസി ആയിട്ട് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ട നമ്മൾ ക്യാരക്ടറുള്ള ഒരു പിക്ചർ നമ്മൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ ക്യാമറയിൽ എടുത്തതോ ആയിട്ടുള്ള ഫോട്ടോ നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് കൺട്രോൾ എന്ന് പറയുന്ന കീയും ഓയും കൂടെ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മീൻസ് നമ്മൾ എവിടെയെങ്കിലും ഒരു ഫയൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ മെസ്സി എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഞാൻ ഈ 3 കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒരു ബാക്ക്ഗ്രൗണ്ടിന്, പിന്നെ പാരീസ് സെയിന്റ് ജർമ്മൻസിൻ്റെ ഒരു ലോഗോ, അതുപോലെ തന്നെ മെസ്സിയുടെ ഒരു ഇമേജ്. ഞാൻ നെറ്റ് നിർത്തിയൊരു ഇമേജാണ്. അപ്പോൾ നമുക്കതൊന്ന് എഡിറ്റ് ചെയ്യൽ എങ്ങനെ നോക്കാം. ഇപ്പോൾ കണ്ടില്ല, പുതിയൊരു ടാബായിട്ട് ആ ഒരു ഇമേജ് ലോഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മെസ്സിയുടെ ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഒരുപാട് മെത്തേഡുകൾ ഇതിനുണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇവിടെ ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ ഈ കാണുന്ന ഒരു ടൂള്, ഇവിടെ ലാസോ ടൂൾ എന്നാണ് ഇതിന് പറയുക. ലാസോ ടൂൾ ഇത് ഫ്രീ ആയിട്ടുള്ള ക്രോപ്പിംഗ് ആണ്, നമുക്ക് ജസ്റ്റ് വരച്ചിട്ടുള്ള ക്രോപ്പിംഗ് ആണ് ഒരു മെത്തേഡ്. മറ്റൊന്ന് പറയുന്ന പോളിഗൺ ലാസോ, അത് നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരാനുള്ളത്. ഇവിടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ മാഗ്നറ്റിക് ലാസോ എന്ന് പറയുന്ന ഈ ടൂളാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ട ഇമേജ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സൂം എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആൾട്ട് കീ പ്രസ് ചെയ്തിട്ട് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രോളിങ് കിട്ടും. നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് എവിടെയും ക്ലിക്ക് ചെയ്യേണ്ട, മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോയാൽ മതി. എഡ്ജസ് ഒക്കെ വരുന്ന സമയത്ത്, ഇതുപോലെ മിസ്സാവുന്ന സമയത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ഏതെങ്കിലും ഭാഗങ്ങൾ ക്ലിയർ അല്ല എങ്കിൽ നമുക്കത് പിന്നീട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതുപോലെ എങ്ങനെ വലിച്ച് കൊണ്ടുപോകാം. ഇപ്പോൾ ഇവിടെയൊക്കെ കട്ടായിട്ടുണ്ട് കുറേ ഭാഗം, നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് പോയിട്ട് കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ള ഇമേജ് ആണെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു നെറ്റിൽ നിന്ന് എടുത്തതായതുകൊണ്ട് തന്നെ ഈ പിക്ചറിന് ഡെപ്ത്ത് കുറവാണ്. അപ്പോൾ ഞാൻ ഡെപ്ത്ത് കുറവുള്ള പിക്ചറിൽ കാണിക്കാൻ കാരണം, മിക്ക ആളുകളും നമ്മുടെ ഫോണിലായിരിക്കും ഫോട്ടോസ് എടുക്കുക. ആ ഫോണിലെടുക്കുന്ന ഫോട്ടോസ് ആയിരിക്കും കട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്ര ഡെപ്ത്തേ ഉണ്ടാവുള്ളൂ. എത്ര 48 MP ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഡെപ്ത്ത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഡെപ്ത്ത് കുറഞ്ഞ ഫോട്ടോ എങ്ങനെയാണ് ക്ലിയർ ആക്കി എടുക്കാം എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്ത് നോക്കാനും പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്ക് നമുക്ക് ഒരു ലെയർ മിസ്സാവുന്നത് കണ്ടാൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ വലിച്ചിങ്ങനെ പോകാവുന്നതാണ്. ഇതേ സംഭവം നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള പെൻ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് കുറച്ചും കൂടി നോളേജ് നമുക്ക് വേണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം മീൻസ് ഫസ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് തന്നെ നോക്കാം. എന്നിട്ട് എൻഡിലെ പോയിന്റിൽ വന്നിട്ട് മുട്ടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സെലക്ഷൻ വരും. നമുക്കപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം കൂടി നമുക്കൊന്ന് കിട്ടണമെങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ കാണുന്ന പോളിഗൺ ലാസോ ടൂൾ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഏരിയ ഒഴിവാക്കാനാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ആൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ലാസോ ടൂളിൻ്റെ മീൻസ് അടിയിലായിട്ട് മൈനസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷിഫ്റ്റ് നിൽക്കുമ്പോൾ പ്ലസ്സും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉദാഹരണത്തിന് ഈ ഒരു പോർഷൻ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോർഷൻ ഒഴിവായി, കാരണം ആൾട്ട് ക്ലിക്ക് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്ക് അങ്ങനെ വേണ്ട, നമുക്ക് ഈ ഒരു പോർഷൻ കൂടി ആഡ് ചെയ്യാണ് വേണ്ടത് സെലക്ഷനിലേക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് സെലക്ട് ചെയ്ത് ഇടുന്നു. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഈ അടിഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലെ. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് മിസ്റ്റേക്സ് എന്ന് തോന്നിയ ഭാഗമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ക്ലിയർ അല്ലാത്തത്, ഇത് അത്ര ക്ലാരിറ്റി ഉള്ളൊരു പിക്ചർ അല്ലാത്തത് കൊണ്ടാണ് വീണ്ടും
ക്ലാരിറ്റി ഉള്ളൊരു പിക്ചറിൽ ചെയ്തിട്ട് നല്ല ക്ലിയർ കിട്ടുന്നുണ്ടെന്ന് കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഒരു ഇഷ്യൂ വരരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ക്ലാരിറ്റി കുറഞ്ഞ പിക്ചർ തന്നെ ഇതിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഏകദേശം നമ്മുടെ ലെയർ കിട്ടിയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് വലിയൊരു പെർഫെക്ഷനൊന്നും ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ആൾട്ടും ഷിഫ്റ്റും ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഏരിയ കട്ട് ചെയ്ത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു മെസ്സി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫെദർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഫെദർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഫെദറിൻ്റെ റേഡിയസ്, നിങ്ങളുടെ പിക്ചർ നല്ല ഡെപ്ത് ഉള്ള പിക്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് 2 or 3 കൊടുത്താലും പ്രശ്നമില്ല. ഇവിടെ ഇപ്പോൾ അത്ര ഡെപ്ത് ഇല്ലാത്തതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് 1 പിക്സലേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നും ഐദർ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി അല്ലെങ്കിൽ കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് Ctrl+C ക്ലിക്ക് ചെയ്താലും ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേസ്റ്റ് ചെയ്യാൻ പറ്റും, അഥവാ Ctrl+V എന്ന് പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വലുപ്പം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ Ctrl+T എന്ന് പറയുന്ന കീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു പോർഷൻ നമ്മൾ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ വലുപ്പം ചെറുതാക്കാനും ഒക്കെ പറ്റും. ഓക്കെ, തൽക്കാലം നമ്മുടെ മെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കട്ട് ചെയ്തിട്ട് കണ്ടില്ല. ഇവിടെ ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തില്ല, ഇവിടെയൊക്കെ പെർഫെക്ഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ഒന്ന്, ഈ ടൂൾ ഒരു പ്രൊഫഷണൽ ടൂളല്ല എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും ഇവിടുത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിക്ചർ അത്ര ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. തൽക്കാലം നമ്മളിനി എന്ത് ചെയ്യുന്നു, ഈ മെസ്സി എന്ന് പറയുന്ന ഈ ലെയറിനെ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ലെയർ 1 അത് നമുക്ക് മെസ്സി എന്ന് കൊടുക്കാം, പേര് കൊടുക്കാം. മെസ്സിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, തൽക്കാലം ഹൈഡ് ചെയ്ത് വെക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐ ബട്ടണിൽ പ്രസ് ചെയ്താൽ അത് ഹൈഡായി പോകും. എന്നിട്ട് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ വീണ്ടും നമുക്ക് Ctrl+O പ്രസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ലോഗോയും നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലെ അല്ലെങ്കിൽ ഏതൊരു നമ്മുടെ ക്യാൻവാസിലേക്കാണോ കൊണ്ടുവന്നിട്ട് ഡ്രാഗ് ചെയ്ത് പിടിച്ചിട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ക്യാൻവാസിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ Ctrl+T പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതും അത്ര ഒരു ക്ലാരിറ്റി ഉള്ള പിക്ചർ അല്ല എടുത്തിട്ടുള്ളത്. കാരണം നല്ല ക്ലിയർ ഉള്ള പിക്ചർ എടുത്തിട്ട് നമ്മളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും നന്നായിട്ട് ചെയ്യുന്നത്, ഞാൻ ചെയ്യുമ്പോൾ ഇതുപോലെ പറ്റുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് ചെയ്യുമ്പോൾ വിചാരിക്കും. അപ്പോൾ നമുക്കിത് കുറച്ചൊരു ബ്ലറി എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ഏതാണോ നമുക്ക് ബ്ലറി കൊടുക്കേണ്ട ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ബ്ലർ എന്ന് പറയുന്നതിൽ ബ്ലേഴ്സ് ഒരുപാട് മോഡലുണ്ട്. റേഡിയൽ ബ്ലർ, ഷേപ്പ് ബ്ലർ, സ്മാർട്ട് ബ്ലർ എന്ന് പറയുന്നത്. ഞാൻ ഈ ഗഷ് ബ്ലറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ചെറിയൊരു ബ്ലർ കൊടുക്കുന്നു. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് മാറ്റവും വരുത്താം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗോ, പാരിസ് സെയിന്റ് ജർമ്മൻസിൻ്റെ ലോഗോയും നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻറ്ററിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു ഹൈഡായി കിടക്കുന്ന രൂപത്തിൽ വേണം, അതായത് ഇതൊന്ന് മങ്ങിയ പോലെ വേണം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്മുടെ ആ ലെയർ, പെർട്ടിക്കുലർ ലെയർ, ഫോർ എക്സാമ്പിൾ ലെയർ നമുക്ക് ലോഗോ എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ലെയർ നമ്മൾ മെസ്സിയുടെ താഴെ വരണം. കാരണം മെസ്സി മുകളിൽ ഏതാണോ മുകളിൽ വരേണ്ടത് ആ ലെയറിന് നമ്മൾ മുകളിൽ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ മെസ്സി ഹിഡൻ ആയി കൊടുക്കണം. നമുക്കിപ്പോൾ ഈ ലോഗോ ഒന്ന് എന്ത് ചെയ്യണം, വാട്ടർമാർക്ക് പോലെ ഒന്നും കണ്ട് മങ്ങി കൊടുക്കണം. അപ്പം നമുക്കതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണെങ്കിൽ ഇവിടെ ഈ ഒരു സ്പേസിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻസ് എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിൽ നമുക്ക് ഇവിടെ ഒപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിങ്ങനെ കുറക്കുന്നതിനനുസരിച്ച് പാരിസ് സെയിന്റ് ജർമ്മൻസ് മങ്ങിപ്പോവും. നമ്മൾ ഏത് ലെയർ കൊടുത്താലും അത് തന്നെയാണ് സംഭവിക്കുക. ഇപ്പം നമുക്ക് ഏകദേശം ഒരു വാട്ടർമാർക്ക് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കും അത് തന്നെയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ചുകൂടി വലുതാക്കി നമ്മുടെ ഇതൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുക. അത് ചെയ്തിട്ടുണ്ട്. ഇനി മെസ്സിയെ നമ്മൾ എന്ത് ചെയ്യണേ, ഹൈഡ് എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഇതുപോലത്തെ ഒരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, മെസ്സിനെ ഒന്നുകൂടി വലുതാക്കണം. അപ്പോൾ ഏകദേശം കട്ടിങ്ങൊക്കെ ക്ലിയർ ആണ്, വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പിക്ചർ അത്ര ഒരു ക്ലാരിറ്റി ഉള്ള പിക്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ടാവും. ഇനി നമുക്ക് വേണ്ടത് മെസ്സി എന്ന് പറയുന്നൊരു എഴുത്ത് കൊടുക്കണം. ജസ്റ്റ് അതിന് നമുക്ക് ടൈപ്പ് ടൂൾ
അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൂൾ നമുക്ക് വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അടിക്കുന്നു മെസ്സി എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഒരു ഇത്. നമുക്ക് വേണ്ട ഫോണ്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഇതിൻ്റെ ക്യാരക്ടർ ടൂൾ എന്ന് പറഞ്ഞ ടൂളുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ മീൻസ് അക്ഷരങ്ങൾ തമ്മിലുള്ള ഡിഫറൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യണം, ഈ മെസ്സി എന്നതിന് മെസ്സിയുടെ താഴോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. ഇനി ഇതിന് തന്നെ നമുക്ക് പല രീതിയിൽ കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ബ്ലെൻഡിങ് ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഗ്രേഡിയൻ്റ് ഓവർലേ എന്ന് പറഞ്ഞ പരിപാടി വെച്ചിട്ട് നമുക്ക് വേണ്ട രൂപത്തിൽ നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് PSD ഒരു തീം തന്നെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രൂപത്തിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇടയ്ക്കിരുന്ന് പഠിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം നമ്മളിപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് തരുന്നത് എങ്ങനെ കട്ടിങ് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രൂപത്തിൽ ഇതിലൊരു പ്രൊഫഷണൽ ടച്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു സാധാരണക്കാരന് തൻ്റെ ഫോട്ടോ ഒന്ന് കട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു ചേഞ്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾക്ക് ചെറിയൊരു ബ്ലറിനെസ് കൊടുക്കുന്നത് ആ ഒരു ഇമേജിൽ ഒന്നുകൂടി നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടെന്ന് കരുതുന്നത്. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.